എല്ലാവർക്കും നമസ്കാരം. റോസ്ലിൻ എന്റെ മുഖത്ത് താജ്മഹൽ പണിയാൻ പോകട്ടോ. എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്. ബാക്കി ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. നമസ്തേ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ നമ്മുടെ പനമ്പള്ളി നഗറിലുള്ള എക്സഡോസ് അക്കാഡമി റോസ്ലിൻ ചേച്ചിയുടെ ഞാൻ എപ്പോഴും ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നും ഞാൻ അങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ സർവീസ് ചെയ്യാനുള്ള ദിവസമുണ്ട്. 3 മാസത്തോളം കഴിഞ്ഞ് എനിക്കാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ട് ഹെയറിന്. അതിങ്ങനെ താഴ്ത്തിക്ക് ഇറങ്ങി വരുമ്പോൾ 3-4 മാസം കൂടുമ്പോഴേക്കും തിരിച്ച് കയറ്റി വയ്ക്കണം. അത്ര ഗ്രോത്ത് ഇല്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 മാസം 6 മാസം കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. പക്ഷേ എനിക്ക് നല്ലോണം താന്നു. അപ്പോൾ ഞാനത് ഹെയർ സർവീസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു അടിപൊളി ഫേഷ്യലും റോസ്ലിൻ ചേച്ചി ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാൻ വന്നു. ഹെയർ ആദ്യം അഴിച്ചു, നമ്മുടെ എക്സ്റ്റൻഷൻ വെച്ചത് ആദ്യം അഴിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് തന്നു. അതിനുശേഷം റോസ്ലിൻ ചേച്ചിനും ജോമോൾ ചേച്ചി രണ്ടുപേരും കൂടെ എനിക്ക് ഹെയർ വെച്ച് തന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് ഹെയർ ഉണ്ട്. ചുരുണ്ടത് വേണമെങ്കിൽ ചുരുണ്ടത്, നീണ്ടതാണെങ്കിൽ നീണ്ടത്, ചെറുതാണെങ്കിൽ ചെറുത്, കളേഡ് ഹെയർ ആണെങ്കിൽ കളേഡ് ഹെയർ, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസിൽ നല്ല ഉള്ളുള്ള നല്ല കരുത്തുള്ള മുടികൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് മുടി വേണം, നല്ല നീളത്തിൽ മുടി വേണം എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേക്ക് കെയർ ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്നൊക്കെ പറഞ്ഞാൽ സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പെർമനൻ്റ് ആയിട്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻസ് വെക്കാം. അത് നമ്മുടെ ഒറിജിനൽ മുടിക്ക് ഒരു തരത്തിലും ഡാമേജ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഹെയർ കെയർ ചെയ്ത് നമ്മുടെ സ്വന്തം മുടി വളർത്താവുന്നതാണ്. അതിന് എനിക്ക് ഒത്തിരി എക്സാമ്പിളാണ് ഞാൻ. കാരണം ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഞാൻ ഒത്തിരി കെയർ ചെയ്തു. എണ്ണ തേക്കുക, ഹെയർ മാസ്ക് ഇടുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ ഒറിജിനൽ ഹെയർ എനിക്ക് വളരുന്നുമുണ്ട്. എന്നാൽ എനിക്കിപ്പം നോക്കുമ്പം മുടി ഉണ്ട് താൻ എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. സോ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഇവിടെ അത് മാത്രമല്ല, സാരി ഡ്രേപ്പിംഗ് ക്ലാസ്സസ്, വൃത്തിയായിട്ട് ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് എങ്ങനെ സാരി ഡ്രേപ്പ് ചെയ്യാം, സാരി ഡ്രേപ്പിംഗ് ക്ലാസ്സസ്, ഐലാഷസ് എക്സ്റ്റൻഷൻ്റെ ക്ലാസ്, മൈക്രോ ബ്ലേഡിങ്ങിൻ്റെ ക്ലാസ്, അങ്ങനെ ഒത്തിരി ക്ലാസ്സസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ചേച്ചി തന്നെ നമ്മളോട് പറയാം. ഈ കുറച്ച് നേരത്ത് നമ്മളിവിടെ ഇനി ടീ ടൈമാണ്. കാപ്പി. താങ്ക് യു. ഇവിടെ നമ്മൾ ഒത്തിരി കംഫർട്ടബിൾ ആയിരിക്കും. ലൈക്ക് നമുക്കൊരു പാർലറിൽ വന്നതാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സിനോട് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. എപ്പോൾ വന്നാലും റോസ്റ്റും ചേച്ചി കരിപ്പട്ടി വെച്ചിട്ടുള്ള കാപ്പി ഉണ്ടാക്കി തരും. ഇതേപോലെ കപ്പയും ചമ്മന്തിയോ അല്ലെങ്കിൽ ചേമ്പ് ചമ്മന്തി, അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഓംലെറ്റ്, അങ്ങനെ അത് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത് ഇപ്പോഴും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാ. ആക്ച്വലി മസാജിന് ഭയങ്കര വ്യത്യാസമുണ്ട്. നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഞാനൊന്ന് നിറം വെച്ചില്ലേ വെച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല എന്തൊക്കെയോ ചെയ്തു. എന്തൊക്കെ സാധനങ്ങളാണെന്നൊന്നും എനിക്കറിയില്ല. സ്വന്തം സാധനങ്ങളാ, നാച്ചുറലാണ് എല്ലാം, ഒരു കെമിക്കലും ഇല്ല. പക്ഷെ നല്ലതാ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കണ്ണാടി നോക്കിയപ്പോ ഒരു ഇത്തിരി സൗന്ദര്യമൊക്കെ വെച്ച പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഫേഷ്യലും എല്ലാം ഉണ്ട്. സത്യത്തിലൊരു റിലാക്സ് ആയിരുന്നു കേട്ടോ മസാജൊക്കെ. കാരണം ശരിക്കും ഉറങ്ങുന്നത് കണ്ടു. അപ്പൊ എനിക്ക് തോന്നി റിലാക്സ് ആണ്. അപ്പൊ ഫേഷ്യൽ മാത്രമല്ല, ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്, സർവീസ് ഉണ്ട്, മൈക്രോ ബ്ലേഡിങ്, ഐലാഷ് എക്സ്റ്റൻഷൻ, നെയിൽ ആർട്ട്, ഹെയർ എക്സ്റ്റൻഷൻ പിന്നെ അറിയാമല്ലോ. അപ്പൊ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നത്, ഹെയർ എക്സ്റ്റൻഷൻ നമ്മൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയാവുന്നവരുടെ അടുത്ത് പോയി ചെയ്താൽ ഈ പറയുന്ന ഒരു കംപ്ലൈന്റും ഉണ്ടാവത്തില്ല. നല്ല ഗൈഡൻസ് അവർ തന്നു വിടും. ഇങ്ങനെ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ. എന്നും കുളിക്കുന്നില്ലേ? ഞാൻ എന്നും കുളിക്കാം, ഷാമ്പു ഇടാം, യാതൊരു പ്രശ്നമില്ല. ഞാൻ പഠിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പറായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോയി ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുമ്പോൾ നല്ല ചെയ്യാൻ അറിയാവുന്നവരുടെ കയ്യിൽ തന്നെ നമ്മൾ വിശ്വസിച്ച് തലയേൽപ്പിക്കുക. ആ മുടിയുടെ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതുപോലെ നമ്മൾ മേക്കപ്പ് ക്ലാസ്, സാരി ഡ്രേപ്പിംഗ് ക്ലാസ്, ഹെയർ എക്സ്റ്റൻഷൻ ക്ലാസ്. ഇപ്പോൾ ഈ ശനിയാഴ്ച നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ക്ലാസ് ഉണ്ട്. ശനി ഞായർ 2 ദിവസങ്ങളിൽ ഹെയർ എക്സ്റ്റൻഷൻ ക്ലാസ്. വളരെ ചുരുങ്ങിയ ദിവസം, 2 ദിവസം കൊണ്ട് നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്ലാസ്സുകളാണ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാ ക്ലാസ്സും 4 ദിവസം, 2 ദിവസം, 3 ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ടൈം വേസ്റ്റ് ആക്കത്തില്ല. പിന്നെ കണ്ണിൻ്റെ പിരിപ്പ് അടുത്തൊരു ഇതുണ്ട്, ലാഷ് ലിഫ്റ്റിംഗ്. ഉള്ള നിലവിലുള്ള ലാഷിനെ ലിഫ്റ്റ് ചെയ്യാം, ടിൻഡ് ചെയ്യാം. ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ടൈം നമുക്ക് മര്യാദക്കുള്ളൊരു ലാഷ് ഇരിക്കട്ടെ. അല്ല, ആക്ച്വലി ഇല്ലാത്തവർക്ക് അതൊരു ഭയങ്കര അല്ല, ഉള്ള ലാഷിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് പുതിയ ടെക്നോളജി. ഐലാഷസ് എക്സ്റ്റൻഷൻ പറഞ്ഞാൽ ഇല്ലാത്തവർക്കും ലിഫ്റ്റിംഗ്, ഉള്ളവരുടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. ഉള്ളവരുടെ ഇപ്പം മോളുടെ ഇപ്പം ലാഷ് ഉണ്ട്, അതിന് എക്സ്റ്റൻഷൻ വെക്കേണ്ട ആവശ്യമില്ല. അതിനെ ലിഫ്റ്റ് ചെയ്ത് കണ്ണ് നല്ല ഭംഗിയുള്ളാവും. ഡോളിന്റെ കണ്ണ് പോലെയാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. കൺപീലിൽ വരെ പരിപാടികൾ എന്തൊക്കെയാലേ. നെയിൽ ആർട്ട് ഉണ്ട് കേട്ടോ ഇവിടെ. ലിപ് കളറിംഗ് ഉണ്ട്. ലിപ് കളറിംഗ്, BB ഗ്ലോ ഫേഷ്യല്. ഇപ്പം ഫേസ് നിറം കൂട്ടേണ്ടിയവർക്ക് നമുക്ക് BB ഗ്ലോ ഫേഷ്യൽ ചെയ്ത്
നമുക്ക് ആഗ്രഹിക്കുന്ന നിറത്തിലേക്ക് എത്തുന്നത്. ആഗ്രഹിക്കുന്ന ഒരുപാട് വെള്ള നിറമല്ല, ഒരു ഒറിജിനൽ നിറമുണ്ടല്ലോ, ആ നിറത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മേക്കപ്പ് കോഴ്സുകൾ എല്ലാം ഉണ്ട്, ഹെയർ സ്റ്റൈലിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവര് ഇങ്ങോട്ട് ഓടി വന്നാൽ റോസ്റ്റിംഗ് ചേച്ചിയുടെ നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം, ഓടി എത്തിയാൽ മതി. എക്സഡോസ് അക്കാഡമി. ബൈ, നമസ്തേ.